നമസ്കാരം. അതിർത്തി ഗ്രാമങ്ങളെ നടുക്കിക്കൊണ്ട് വീണ്ടും ഒരു കൊടും കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്ത് നിന്നും പുറത്തുവരുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും പൊഴിയൂർ പോലീസിന്റെ ലിസ്റ്റിൽ സ്ഥിരം കുറ്റവാളിയുമായ യുവാവിനെ തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തിന് സമീപം ആറ്റിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ചെങ്കവിള വെളിയങ്കോട്ടുകോണം CK സദനത്തിൽ അതുൽ എന്ന് വിളിക്കുന്ന 29 വയസ്സുകാരനാണ് ദുരൂഹ സാഹചര്യത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. മാർത്താണ്ഡത്തിനടുത്തുള്ള കണ്ണങ്കോട് ആറ്റിലാണ് ജീവനറ്റ മൃതദേഹം ദുർഗന്ധം വമിച്ച് ഒഴുകി നടക്കുന്ന നിലയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മൃതദേഹം കണ്ടാൽ അറിയാവുന്നതിലും വെച്ച് കുറഞ്ഞത് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. അതുലിനെ മറ്റെവിടെയെങ്കിലും വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി മൃതദേഹം ആറ്റിലേക്ക് വലിച്ചെറിഞ്ഞതാണെന്നാണ് തമിഴ്നാട് പോലീസിന്റെ ശക്തമായ സംശയം. കൊലപാതകത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന തെളിവുകൾ പ്രദേശത്തു നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മൃതദേഹം കണ്ടെടുക്കപ്പെട്ട കണ്ണങ്കോട്ട് നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരപരിധി മാറി ചിതറാലിന് സമീപത്തായി അതുൽ സഞ്ചരിച്ചിരുന്ന മാരുതി ഓൾട്ടോ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തുകയുണ്ടായി. അന്വേഷണ സംഘത്തെ പൂർണ്ണമായും വലയ്ക്കാൻ വേണ്ടി കാറിന്റെ മുൻവശത്തെയും പിൻവശത്തെയും നമ്പർ പ്ലേറ്റുകൾ പൂർണ്ണമായും അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നുള്ളത്. ഇതിനു പുറമെ കാറിന്റെ മുന്നിലെയും പിന്നിലെയും വശങ്ങളിലെയും ചില്ലുകൾ അടിച്ചു തകർത്ത നിലയിലുമായിരുന്നു. കൊല്ലപ്പെട്ട അതുൽ ചില്ലറക്കാരനല്ലെന്നാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. പൊഴിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 8ഓളം വരുന്ന ഗുരുതരമായ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ഇയാളുടെ തുടർച്ചയായ കുറ്റകൃത്യങ്ങളും അക്രമവാസനയും കാരണം പൊഴിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നതിന് കോടതി 1 വർഷത്തെ കടുത്ത വിലക്ക് പോലും ഏർപ്പെടുത്തിയിരുന്നു. മാസങ്ങൾക്ക് മുൻപാണ് കോടതി വിധിച്ച ഈ നിരോധന കാലാവധി അവസാനിച്ചതുപോലും. കഴിഞ്ഞ ജൂലൈ 27-ാം തീയതി വൈകിട്ടോടെയാണ് അതുൽ ചെങ്കവിളയിലെ സ്വന്തം വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നത്. കുഴിത്തുറയിലുള്ള ഒരു അടുത്ത സുഹൃത്തിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നുവെന്ന് വീട്ടുകാരോട് പറഞ്ഞാണ് ഇയാൾ കാറെടുത്ത് വീട്ടിൽ നിന്നിറങ്ങിയത്. ജൂലൈ 28-ന് നടന്ന സുഹൃത്തിന്റെ കുഞ്ഞിന്റെ ചടങ്ങിൽ ഇയാൾ കൃത്യമായി പങ്കെടുത്തതായി തമിഴ്നാട് പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളോടൊപ്പം ഇയാൾ പ്രദേശത്തെ പ്രമുഖ ബാറിൽ പോയി കടുപ്പത്തിൽ മദ്യപിച്ചതായും പോലീസിന് നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. മദ്യപാനത്തിനിടയിലുണ്ടായ പെട്ടെന്നുള്ള വാക്കുതർക്കമാണോ അതോ പഴയ വല്ല പകപോക്കലുമാണോ ഈ ക്രൂരമായ കൊലപാതകത്തിലേക്ക് വഴി തുറന്നത് എന്ന കാര്യത്തിൽ തമിഴ്നാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി പളുകലിൽ താമസിച്ചു വന്നിരുന്ന അതുൽ നാഗർകോവിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തമിഴ്നാട് ശിവസേന എന്ന രാഷ്ട്രീയ സംഘടനാ രൂപീകരണത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 1 വർഷമായി പഴകിയ ആക്രമ സംഭവങ്ങളിൽ നിന്നും കേസ് വഴക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറി സമാധാന ജീവിതം നയിക്കുകയായിരുന്നു അതുലെന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാർ പോലീസിനോട് വന്ന് പറയുന്നത്. നിലവിൽ അതുലിന്റെ മൃതദേഹം നാഗർകോവിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം കൊലപാതകം നടന്ന രീതിയെക്കുറിച്ചും സമയത്തെക്കുറിച്ചും കൂടുതൽ കൃത്യമായ വിവരങ്ങൾ പുറത്തുകൊണ്ടുവരാൻ സാധിക്കുമെന്നും പോലീസ്